Hi everyone, welcome back. Today we are going to study diffraction at a single slit. Okay, a source S of monochromatic light. This is source S. This source of light S is placed at the focus of a convex lens L1. L1 എന്ന് പറയുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിലാണ് ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് എസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പാരലൽ ബീം ഓഫ് ലൈറ്റ് ഒരു വേവ് ഫ്രണ്ട് ഫോം ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് W ദാറ്റ് ഗെറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ നാരോ റെക്റ്റാങ്കുലർ സ്ലിറ്റ് AB ഓഫ് വിഡ്ത്ത് A. ഇത് മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഇത് L1 എന്ന് പറയുന്ന കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് വരുന്ന പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് W വേവ് ഫ്രണ്ട് ഫോം ചെയ്യിപ്പിക്കുന്നു. ആ വേവ് ഫ്രണ്ട് ഗെറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ നാരോ സ്ലിറ്റ് റെക്റ്റാങ്കുലർ സ്ലിറ്റ് AB. ABയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് A ആയിരിക്കും. ദി ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഡിസ്റ്റർബ് ഓൾ പാർട്സ് ഓഫ് ദി സ്ലിറ്റ് AB. ഓക്കെ, ഇത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ഈ സ്ലിറ്റ് ABയുടെ എല്ലാ പാർട്സിനെയും ഒരുപോലെ തന്നെ ഡിസ്റ്റർബ് ചെയ്യും. അക്കോർഡിംഗ് ടു ഹൈജീൻസ് തിയറി, ഓൾ പാർട്സ് ഓഫ് ദി സ്ലിറ്റ് AB വിൽ ബിക്കം ദി സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്. അപ്പോൾ ABയുടെ എല്ലാ പാർട്സും സെക്കൻഡറി വേവ്ലെറ്റിൻ്റെ സോഴ്സായി തീരും. വിച്ച് ഓൾ സ്റ്റാർട്ട്സ് അറ്റ് ദ സെയിം ഫേസ്. അപ്പോൾ ഇവർ ഓരോ പോയിൻറ്റും ഓരോ പാർട്ടും സെക്കൻഡറി സോഴ്സ് ഓഫ് വേവ്ലെറ്റ് ആയിട്ട് ആയിത്തീരും. അപ്പോൾ ഓരോ പാർട്ടും വൈബ്രേറ്റ് ചെയ്യുന്ന സെയിം ഫേസിലായിരിക്കും. ദീസ് വേവ്ലെറ്റ് സ്പ്രെഡ്സ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻസ്, thus causing a diffraction of light after it emerges through a slit. സ്ലിറ്റ് ABയിൽ നിന്ന് എമർജ് ചെയ്ത് കഴിയുമ്പോൾ ആ എമർജ് ചെയ്യുന്ന വേവ്ലെറ്റിന് ഡിഫ്രാക്ഷൻ സംഭവിക്കും. സപ്പോസ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഫോക്കസ്ഡ് ബൈ എ കോൺവെക്സ് ലെൻസ് L2 ഓൺ എ സ്ക്രീൻ പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് ഫോക്കൽ പ്ലെയിൻ. ഇത് കോൺവെക്സ് ലെൻസ് L2 ആണ്. ഈ കോൺവെക്സ് ലെൻസ് L2ൻ്റെ ഫോക്കൽ പ്ലെയിനിൽ വെച്ചിരിക്കുന്ന സ്ക്രീനാണ്. ആ സ്ക്രീനിലേക്ക് ഇവിടെ നിന്ന് വരുന്ന ആ ഡിഫ്രാക്ഷൻ പാറ്റേണിനെ ഫോക്കസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ L1 എന്ന് പറയുന്ന കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ ഫോക്കസിലാണ് മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് S വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന പാരലൽ ബീം ഓഫ് ലൈറ്റ് W എന്ന വേവ് ഫ്രണ്ട് ഫോം ചെയ്യുന്നു. അത് AB എന്ന് പറയുന്ന സ്ലിറ്റിൻ്റെ എല്ലാ പാർട്സിനെയും ഒരേപോലെ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്ന സ്ലിറ്റിൻ്റെ എല്ലാ പാർട്ടും സെക്കൻഡറി സോഴ്സ് ഓഫ് central maximum. All the secondary wavelets going straight across the slit AB are focused at the central point O on the screen. കണ്ടോ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതെല്ലാം സെൻട്രൽ പോയിന്റ് ഓയിൽ വന്നായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. AB എന്ന സ്ലിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് O എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ദി വേവ്ലെറ്റ് ഫ്രം എനി ടു കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് ദി ടു ഹാബ്സ് ഓഫ് ദി സ്ലിറ്റ് റീച്ച് അറ്റ് ദ പോയിന്റ് O ഇൻ ദ സെയിം ഫേസ്. അതുപോലെ കണ്ടോ, ഈ സെയിം പോയിൻ്റ് എയും ബിയും ഈ സെയിം പോയിന്റിൽ നിന്ന് വരുന്ന വേവ്ലെറ്റും സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് കണ്ടത് വേവ്ലെറ്റ് ഫ്രം എനി ടു കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് ദി ടു ഹാബ്സ് ഓഫ് ദി സ്ലിറ്റ് റീച്ചസ് ദ പോയിന്റ് O ഇൻ ദ സെയിം ഫേസ്. ഓക്കെ, അപ്പോൾ ദേ ആഡ് കൺസ്ട്രക്റ്റീവ്ലി ടു പ്രൊഡ്യൂസ് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ AB എന്ന സ്ലിറ്റിൻ്റെ ടു ഹാവ്സ് AC ആൻഡ് CB. അപ്പോൾ CAയുടെ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും CBയുടെ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ് എന്ന് പറയുന്നത് സെയിം ഫേസിലായിരിക്കും. ദേ ആഡ് കൺസ്ട്രക്റ്റീവ്ലി ടു പ്രൊഡ്യൂസ് സെൻട്രൽ ബ്രൈറ്റ് ഇമേജ് അറ്റ് O. ഓക്കെ, ദ നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് പാത്ത് ഡിഫറൻസ് ആണ്. Suppose the wavelets diffract at an angle theta.
കണ്ടോ, നമ്മുടെ വേവ്ലെറ്റ്സ് ഡിഫ്രാക്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. സപ്പോസ് ദി വേവ്ലെറ്റ് ഡിഫ്രാക്റ്റഡ് ത്രൂ ദി ആൻ ആംഗിൾ തീറ്റ ആർ ഫോക്കസ്ഡ് അറ്റ് ദ പോയിന്റ് പി. അപ്പോൾ തീറ്റ ആംഗിൾ മേക്ക് ചെയ്ത് വരുന്ന വേവ്സ് എല്ലാം തീറ്റ ആംഗിൾ മേക്ക് ചെയ്ത് ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ് ഫോക്കസ് ചെയ്യുന്ന പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. തീറ്റ ആംഗിൾ മേക്ക് ചെയ്ത് ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന വേവ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. The secondary wavelet start from the different parts of the slit in the same phase, but they reaches the point P in different phases. ഇവരെല്ലാവരും സെയിം ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അവർ പിയിലെത്തുന്നത് ഡിഫറെൻറ്റ് ഫേസസിലായിരിക്കും. The secondary wavelet start from the different parts of the slit in the same phase, but they reaches the point P in the different phases. ഓക്കെ, ഡ്രോ എ പെർപെൻഡിക്കുലർ എ എൻ ഫ്രം എയിൽ കണ്ട എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ എ എൻ ഡ്രോ ചെയ്യുക. ദെൻ ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി വേവ്ലെറ്റ് ഫ്രം എ ആൻഡ് ബി വിൽ ബി. രണ്ട് വേവ്ലെറ്റും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാത്ത് ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബി പി മൈനസ് എ പി, ബി പി മൈനസ് എ പി ചെയ്യുക. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ബി പി മൈനസ് എ പി. ബി പി മൈനസ് എ പി, ബി പി മൈനസ് എ പി കാണാൻ വേണ്ടി എയിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തു. കണ്ടോ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന്. ഇതാണ് ബി എൻ എന്ന് പറയുന്നത്. ബി എൻ ആയിരിക്കും ബി പി മൈനസ് എ പി എന്ന് പറയുന്നത് ബി എൻ ആയിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ടു ടേക്ക് ദിസ് റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ദിസ് ഈസ് ദി ആംഗിൾ തീറ്റ. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് മീൻസ് ദാറ്റ് ഈസ് ബി എൻ. ഹൈപ്പോട്ടന്യൂസ് മീൻസ് എ ബി. സോ sin theta is equal to bn by ab. Therefore bn is equal to ab sin theta. മനസ്സിലായല്ലോ അത്? കണ്ടോ, sin theta is equal to bn by ab, bn is equal to ab sin theta. The next position of minima. Let the point P so located on the screen that the path difference P is equal to lambda and angle theta is equal to theta 1. Then from the above equation we get a sin theta 1 is equal to P. Instead of P we should write there lambda. But theta is equal to theta 1 and P is equal to lambda. Then we can write a sin theta 1 is equal to lambda. Okay, then we can divide the slit AB into two halves AC and CB. Then the path difference between the wavelet from A and C will be lambda by 2. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റിനെ 2 ഹാഫ്സ് ആക്കുവാണ്. നമ്മുടെ എ ബി എന്ന് പറയുന്ന സ്ലിറ്റിനെ എ സി ആൻഡ് സി ബി ആക്കി. അപ്പോൾ അതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 2 ആയിരിക്കും. സിമിലർലി കറസ്പോണ്ടിങ് ടു എവരി പോയിന്റ് ഓൺ ദി അപ്പർ ഹാഫ് എ സി, എ സിയുടെ അപ്പർ ഹാഫിൽ ഉള്ള ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോവർ ഹാഫ് ഓഫ് സി ബിയിൽ ഉണ്ടായിരിക്കും വിത്ത് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2. Hence the wavelet from the two halves reaches the point P always in opposite phases. They interfere destructively so as to produce a minimum. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലിറ്റ് എ ബിനെ 2 ഹാഫ്സ് ആക്കി എ സിയും സി ബിയും ആക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി പാത്ത് ഡിഫറൻസ് ഒന്ന് ലാംഡ ബൈ 2 ആണ്. അതുപോലെ എ സി എന്ന് പറയുന്ന അപ്പർ ഹാഫിൽ നിന്ന് നമ്മളൊരു പോയിന്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു പോയിന്റ് ലോവർ ഹാഫ് സി ബിയിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കൂ? ദി വേവ്ലെറ്റ്സ് ഫ്രം ദി 2 ഹാഫ്സ് റീച്ചസ് ദ പോയിന്റ് പി ഓൾവേസ് ഇൻ ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. അപ്പോൾ അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന ഡിസ്ട്രക്റ്റീവ്ലി ആണ് ആൻഡ് ടു പ്രൊഡ്യൂസ് എ മിനിമം ആയിരിക്കും. അപ്പോൾ ഇൻ്റർഫിയർ ചെയ്യുന്ന ഡിസ്ട്രക്റ്റീവ്ലി ആണെങ്കിൽ ടു പ്രൊഡ്യൂസ് മിനിമം. ദെൻ ദി കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു ലാംഡ. The condition for the second dark fringes is equal to a sin theta 2 is equal to 2 lambda. Hence the condition for the nth dark fringes is equal to a sin theta n is equal to n lambda. N is equal to 1, 2, 3, etc. The directions of various minima are given by theta n is equal to sin theta n is approximately equal to n lambda by a. Sin theta n is equal to m lambda. So sin theta n is equal to n lambda by a. Okay, that is the direction of various minima. Direction of various minima. Direction means we should find the angle. Angle theta n is approximately equal to sin theta n is equal to n lambda by a. Here lambda is a
very very less than a. So sin theta n is approximately equal to theta n. Position of secondary maxima. Suppose the point P is so located that P is equal to 3 lambda by 2. അപ്പോൾ നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3 lambda by 2 ആണെന്ന് വിചാരിക്കുക. തീറ്റ എന്ന് പറയുന്നത് തീറ്റ 1 ഡാഷ് ആൻഡ് എ സൈൻ തീറ്റ ഡാഷ് 1 ഈസ് ഈക്വൽ ടു 3/2 ലാംഡ എന്ന് കൊടുത്തു. ഓക്കെ, വി ക്യാൻ ഡിവൈഡ് ദ സ്ലിറ്റ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. കണ്ടോ, ഇവിടെ സ്ലിറ്റ് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് ദി ഫസ്റ്റ് 2 പാർട്സ് വിൽ ബി ലാംഡ ബൈ 2 ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ലിറ്റിനെ 3 ഈക്വൽ പാർട്സ് ആക്കുവാണ്. 3 ലാംഡ ബൈ 2 അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 ഈക്വൽ പാർട്സ് ആക്കുന്നു. ദി പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 corresponding points of the first 2 parts will be lambda by 2 ആയിരിക്കും. The wavelength from this point will interfere destructively. However, the wavelength from the third part of the slit will contribute to the sum intensity forming the secondary maximum. Therefore, the intensity of this maximum is much less than that of the central maximum. കണ്ടോ, ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സ്ലിറ്റിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 പാർട്ടിൽ നിന്നും വരുന്ന വേവ്സിൻ്റെ പാത്ത് ഡിഫറൻസ് വന്ന ലാംഡ ബൈ 2 ആയിരിക്കും. അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന ഡിസ്ട്രക്റ്റീവ്ലി ആയിരിക്കും. പക്ഷെ മൂന്നാമതൊരു പാർട്ടുണ്ടല്ലോ, തേർഡ് പാർട്ട്, ആ തേർഡ് പാർട്ട് വിൽ കോൺട്രിബ്യൂട്ട് ടു സം ഇൻറ്റൻസിറ്റി ഫോമിങ് എ സെക്കൻഡറി മാക്സിമം. അത് ഒരു ഇൻറ്റൻസിറ്റി ഫോം ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി മാക്സിമം ഫോം ചെയ്യിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇൻറ്റൻസിറ്റി ആയിരിക്കും നമ്മുടെ തേർഡ് പാർട്ട് ഓഫ് ദി സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ്ലെറ്റ്. ദി ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് മാക്സിമം എന്ന്, അപ്പം അവിടെ മാക്സിമം ആദ്യം രണ്ടും ഡിസ്ട്രക്റ്റീവ്ലി ഇൻ്റർഫിയർ ചെയ്തു. അപ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി മിനിമമായി മാറി. അപ്പോൾ തേർഡ് പാർട്ടിൽ നിന്ന് വരുന്നത് എൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി മാക്സിമം ഫോം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഇൻറ്റൻസിറ്റിയിലായിരിക്കും. അങ്ങനെ വന്നപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് മാക്സിമം, ഈ മാക്സിമം സെക്കൻഡറി മാക്സിമം ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമത്തിനേക്കാളും കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയി. കാരണം ആദ്യത്തെ 2 പേരും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആയിരുന്നു. മൂന്നാമത് വന്നയാളാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആയിട്ട് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സെൻട്രൽ മാക്സിമത്തിനേക്കാളും ഇൻറ്റൻസിറ്റി കുറച്ച് കുറവുള്ളൊരു ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്തു. ഓക്കെ, thus the condition for the first secondary maximum is a sin theta 1 dash is equal to 3/2 lambda. Similarly, condition for the secondary maximum is a sin theta dash 2 is equal to 5/2 lambda. Okay, അപ്പോൾ നമ്മുടെ condition for the secondary maximum is a sin theta dash 2 is equal to 3/2 lambda plus lambda, that is equal to 5/2 lambda. Okay, hence the condition for n the secondary maximum can be written as a sin theta n dash is equal to 2n plus 1 lambda by 2, that n is equal to 1, 2, 3 etc. That is the condition for the nth secondary maximum. കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. The directions of the secondary maxima are given by theta dash n is approximately equal to sin theta dash n is equal to 2n plus 1 lambda by 2 divided by a. 2n plus 1 lambda divided by 2a. The intensity of secondary maxima decreases as n increases. കണ്ടോ, intensity decreases as n increases. Intensity distribution curve. If we plot a graph between the intensities of the maxima and minima against the diffraction angle theta, we get a graph of the type. ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ഇത് സെൻട്രൽ മാക്സിമം, പിന്നെ ഇത് ഓരോന്നും അങ്ങോട്ട് പോകുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ്. ഇറ്റ് ഹാസ് എ ബ്രോഡ് സെൻട്രൽ മാക്സിമം ഇൻ ദ ഡയറക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഫോർ ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓൺ എയ്തർ സൈഡ് ഓഫ് ദി സെൻട്രൽ മാക്സിമം ഇറ്റ് ഹാസ് സെക്കൻഡറി മാക്സിമം ഓഫ് ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി അറ്റ് പൊസിഷൻസ്. തീറ്റ ഈസ് +or- 2n + 1 lambda by 2a. And minima at position theta is equal to +or- n lambda by a. +or- n lambda by a +or- 2n + 1 lambda by 2a. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റൻസിറ്റി, വേരിയേഷൻ ഓഫ് ഇൻറ്റൻസിറ്റി വിത്ത് ആൻ ആംഗിൾ തീറ്റ ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനെ കറക്റ്റായിട്ടത് പഠിച്ചിരിക്കണം കേട്ടോ. നന്നായിട്ട് ആ ഡയഗ്രാം ഡ്രോ ചെയ്യാനായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, വിഡ്ത്ത് ഓഫ് സെൻട്രൽ ആൻഡ് സെക്കൻഡറി മാക്സിമം. ആൻഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. The angular width of the central maximum is the angular separation between the directions of the first minima on the 2 sides of the central maximum. ഇതാണ് സെൻട്രൽ മാക്സിമം. ഇതാണ് 2 മിനിമ. കണ്ടോ, ഇതാണ് 2 മിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഈസ് ദ ആൻഗുലാർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഡയറക്ഷൻസ് ഓഫ് ദി ഫസ്റ്റ് മിനിമ ഓൺ ദി 2 സൈഡ്സ്.
ഓഫ് ദ സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമത്തിൻ്റെ 2 സൈഡ്സ് കണ്ടോ, ഇവിടെ ഒരു ഫസ്റ്റ് മിനിമ, ഇവിടെ ഒരു ഫസ്റ്റ് മിനിമ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇത് ഈ വിഡ്ത്ത്, the angular width, that is known as central maximum, the width of the central maximum, that is known as the width of central maximum. But the angular width of the central maximum is the angular separation between the directions of the first minima on 2 sides of the central maximum. Okay, the directions of first minima on either side of the central maximum are given by theta is equal to lambda by a. The directions of the first minima on either side of the central maximum, that is theta is equal to lambda by a. This angle is called half angular width of the central maximum. Theta means a half width, half angular width. So actual angular width of the central maximum, that is 2 theta, that is equal to 2 lambda by a. This is theta. This theta is equal to lambda by a. And this is 2 theta. That 2 theta means that is the angular width of the central maximum. Angular width of the central maximum angular width is that is equal to 2 theta. That is equal to 2 lambda by a. Angular width of the central maximum 2 theta is equal to 2 lambda by a. Correct ആയിട്ട് പഠിച്ചു വയ്ക്കുക. Linear width of central maximum. If capital D is the distance of the screen from the single slit, then the linear width of the central maximum will be 2 theta is equal to arc by radius. Arc we know that is beta 0 divided by radius means that is d. So 2 theta is equal to beta 0 divided by d. So beta 0 is equal to 2 theta into d. That is beta 0. Beta 0 is equal to 2 theta into d. D into 2 theta means 2 lambda by a. 2 theta means 2 lambda by a. So we should write here 2 capital D lambda by a. That is beta. That is the linear width of the central maximum. Correct ആയിട്ട് പഠിക്കുക. linear width. Equation by heart ആയിരിക്കണം കേട്ടോ. ഫൈനൽ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ലീനിയർ വിഡ്ത്ത് ഓഫ് ദി സെക്കൻഡറി മാക്സിമം. ദി ആൻഗുലാർ വിഡ്ത്ത് ഓഫ് എന്ത് സെക്കൻഡറി മാക്സിമം ഈസ് ദ ആൻഗുലാർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ഡയറക്ഷൻസ് ഓഫ് ദി nth ആൻഡ് n+1th മിനിമം. ഡയറക്ഷൻസ് ഓഫ് ദി nth ആൻഡ് n+1th മിനിമം, അതിനിടയിലുള്ള ആൻഗുലാർ സെപ്പറേഷനാണ് നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ സെക്കൻഡറി മാക്സിമം എന്ന് പറയുന്നത്. സെക്കൻഡറി മാക്സിമം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി മിനിമത്തിനിടയ്ക്ക്. അപ്പോൾ എന്ത് സെക്കൻഡറി മാക്സിമം എന്ന് പറഞ്ഞാൽ എന്ത് സെക്കൻഡറി മിനിമവും n+1th മിനിമയ്ക്കും ഇടയ്ക്ക്, എന്ത് ആൻഡ് n+1th മിനിമയ്ക്ക് ഇടയ്ക്കുള്ള ആൻഗുലാർ സെപ്പറേഷൻ ആയിരിക്കും ആൻഗുലാർ വിഡ്ത്ത് ഓഫ് ദി എന്ത് സെക്കൻഡറി മാക്സിമം. ഡയറക്ഷൻസ് ഓഫ് ദി എന്ത് മിനിമം theta n is equal to n lambda by a. Okay, theta is lambda by a we know, that is so nth minimum then n lambda by a. The directions of n+1th minimum means theta n+1 is n+1 into lambda by a. Angular width of nth secondary maximum is equal to theta n+1 minus theta n. Theta n+1 minus theta n is equal to n+1 lambda by a minus n lambda by a. Then we will get lambda by a. Hence the linear width of the nth secondary maxima, angular width into d. Angular width we know lambda by a, d. Then beta is equal to lambda capital D divided by small a. കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. Then beta 0 is equal to 2 beta. Beta 0 we know 2 capital D lambda divided by a. This is beta. This is the linear width of the secondary maximum. So beta 0 is equal to 2 times of the beta. Beta 0 is equal to 2 beta. Thus the central maximum of a diffraction pattern is twice as wide as any secondary maximum. Secondary maximumത്തിന്റെ twice ആയിരിക്കും central maximum. Beta 0 is equal to 2 beta. The width of the secondary maximum is directly proportional to 1 by slit width. അല്ലെങ്കിൽ the width of the secondary maximum is inversely proportional to slit width. Yeah, that is the slit width. Okay, if the slit width is increased, the secondary maxima get narrowed. Secondary maxima get narrower. If the slit is sufficiently wide, the secondary maxima disappear and only the central maximum is obtained, which is the sharp image of the slit. Which is the sharp image of the slit. Thus, a distinct diffraction pattern is possible only if the slit is very narrow.
Okay, the distinct diffraction pattern is possible only if the slit is very narrow. If the slit width increased, secondary maxima get narrower. സെൻട്രൽ മാക്സിമ വൈഡ് ആയിട്ട് വരും, സെക്കൻഡറി മാക്സിമ നാരോവർ ആയിട്ട് മാറും. സ്ലിറ്റ് സഫീഷ്യൻ്റ്ലി വൈഡ് ആയിട്ട് വന്നാൽ സെക്കൻഡറി മാക്സിമ ഡിസപ്പിയർ ആയിട്ട് കംപ്ലീറ്റ്ലി സെൻട്രൽ മാക്സിമം ആയിട്ട് മാറും. അത് ആയിരിക്കും വിച്ച് ഗീവ്സ് ദ ഷാർപ്പ് ഇമേജ് ഓഫ് ദ സ്ലിറ്റ്. അപ്പം നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യണമെങ്കിൽ സ്ലിറ്റ് ഈസ് വെരി നാരോ. Okay guys, study up to here. The remaining topic we will take in the next class. Okay, bye.